അമ്മ എന്നാ പോരാതിരുന്ന എന്നെ വിളിക്കാൻ വേമ്പാ. എനിക്ക് ഇന്ന് അധികം ഒന്നും വകുപ്പില്ല. ഇതെന്നതാ കുട്ടിപ്പഴക്ക് എന്താണ് ഒരു പാക്കറ്റ് ഒക്കെ വെച്ച് ഇവിടെ ഇരിപ്പുണ്ട്. ലൈഫിൽ എപ്പോഴും മേടിക്കുന്നില്ല, വൺസ്. എന്റെ സാരി കളക്ഷനിൽ ഇതുവരെ ഞാൻ എടുത്തും ഒന്നും കാണിച്ചിട്ടും ഇല്ലാത്തതായിട്ടുള്ള ഒരു പുതിയ സാരിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. തുറന്നോളൂ, സ്ലോ മോഷൻ വേണോ? സംശയം ചോദിച്ചേ, അമ്മ ഇത്രയും താഴ്ത്തി സാരി ഉടുത്തു കഴിഞ്ഞാല് ചെളി വരുവോ, തട്ടൂലേ എന്നൊക്കെ ചോദിക്കണ്ട. പറയാ ആരും അതില് എഴുതിയിട്ടുണ്ടായിരുന്നു സാരി അത്ര പോരാന്ന. ഞാൻ ഉപയോഗിക്കുന്ന കോസ്റ്റ് വെച്ച് നല്ല റേറ്റ് ഉള്ള ഒരു സാരിയാണ് ബിലോ 5000. സാരി ഉടുത്ത് വൃത്തിയാവണമെന്നുണ്ടെങ്കിൽ എപ്പോഴും. അപ്പൊ എന്റെ വക സ്പെഷ്യൽ ഒരു കോൾഡ് കോഫി റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അമ്മ എന്നാ പോരാതിരുന്ന എന്നെ വിളിക്കാൻ. കുഞ്ഞോളേച്ചിയുടെ മോള് ക്ലീനിങ്ങിന് വന്നു. കുഞ്ഞോളേച്ചിക്ക് പാടില്ലാത്തതുകൊണ്ട് ആ ചേച്ചി എന്ന് വന്നെ. അപ്പൊ 4 മണിക്ക് ഓട്ടോറിക്ഷയിൽ സനോജ് കൊണ്ടേയാക്കി, 6:15 പോയെ. അപ്പൊ അതുകൊണ്ട് അത് ക്ലീനിങ്ങിന് വരുമ്പോ ആള് വരുമ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പറ്റൂല. അപ്പൊ എല്ലാം നീറ്റാക്കി വെച്ച് പോയില്ലേ. ഇനി അടുത്ത ആഴ്ച വരാന്നും പറഞ്ഞു പോയി. കുഞ്ഞോള് തിങ്കളാഴ്ച വരും, ഇതല്ലാതെ വരും വ്യാഴോ വെള്ളിയല്ലോ. അപ്പൊ ദേ ചക്ക വെച്ചതും മീൻ കറി, വെളുത്തുള്ളി പിക്കളും. എത്ര നാളായി ചക്ക വെച്ചതൊക്കെ കഴിച്ചിട്ട്. കുട്ടിക്ക് എന്നിട്ട് വരാം. അപ്പൊ കഴിച്ചോണ്ടിരിക്കും. കഷ്ണം വേണോ ഇനി മീനിന്റെ? അപ്പക്ക് ഞാനൊരു പുതിയ കോഫി പൗഡർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ മീനിന്റെ കഷ്ണം ഇച്ചിരി വെളുത്തുള്ളി എന്താ എനിക്കിതാ? അപ്പക്ക് എന്താ വെളുത്തുള്ളി പിക്കിള് കൊടുക്കാതിരുന്നേ? അപ്പ അത് ചോദിക്കൂന്ന് അമ്മ വിചാരിച്ചില്ല. എനിക്ക് ഓർമ്മയൊക്കെ കുറഞ്ഞു. അമ്മയ്ക്കും എടുത്തിട്ടുണ്ട്. എടുത്തോണ്ട് വരാം, കറി വെച്ചോണ്ട് വരാം ഞാൻ. വെളുത്തുള്ളി പിക്കളാം. അപ്പക്ക് ഇത്ര മതിയോ വെളുത്തുള്ളി? അത് മതിയോ? അപ്പക്ക് ഓക്കെ. അമ്മ മീൻചാറാണോ എടുക്കണേ അതെയോ വെളുത്തുള്ളിയാണോ? വെളുത്തുള്ളി വേണ്ട, ഇത് കഷ്ണം വേണ്ടത്. ഷേർലി ചേച്ചിയുടെ പൊടിയിട്ടുള്ള ഞാൻ ചാറ് മാത്രമേ ഉള്ളൂ, കഷ്ണം വേണ്ട. ഞാൻ വയറ് ശരിയല്ലാത്തോണ്ടാട്ടോ ഈ മീനൊന്നും അധികം കഴിക്കാത്ത. ഇല്ലാഞ്ഞിട്ടല്ല, എന്തോരാ കിടക്കും. ഇഷ്ടം പോലെ എത്ര വേണേലും അമ്മയ്ക്ക് എടുക്കാം. അപ്പൊ കൊറേ നാള് കൂടി ചക്ക തിന്നുമ്പോ അതിന് ഭയങ്കര നൊസ്റ്റാൾജിയ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചക്ക തിന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് വലിയ മീച്ചം ഉണ്ടാവൂല. പക്ഷെ ഇതിപ്പോ കൊറേ നാൾ കൂടിയാ കഴിക്കണം. അത് കാരണം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. എല്ലാ സാധനങ്ങളും അങ്ങനെയാണ്. ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന നമുക്കൊരു മീച്ചം ഉണ്ടാവൂല. ഫ്രീസറിലിരുന്ന ചക്കയാ, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നു, ഒരു കേടുമില്ല. പിന്നെ അത് നടന്നു പോയി. പാഷൻ ഫ്രൂട്ടും തൈ കൊണ്ടുപോയി അമ്മയുടെ തിങ്കളാഴ്ച കൊടുത്തു വിട്ടേക്കാം. അതിന്റെ അടുത്ത് മഞ്ഞത്തൈ ഡ്രമ്മിൽ വെക്കാം. റെഡി ചെയ്താലും ചൊവ്വ വരും. ഇപ്പൊ ഇട്ട ചക്കയുടെ രുചി പോലെ ഉണ്ട്. ഇത് വെളാമീനാണോ? പക്ഷെ നല്ല രുചി. ഓലക്കുടിയൻ. ഇത് ഓലക്കുടിയനാണോ? നല്ല രുചി. പക്ഷെ വെളാമീന്റെ ഒരു ഫീൽ ഉണ്ട്. വൈറ്റ് കളർ ചേർന്ന പൊടി വെറുതെ അല്ല. കല്യാണ വീഡിയോയൊക്കെ മമ്മി കണ്ടു. ഇച്ചിരി പിട്ട് കൂട്ടി കഴിക്കാം. അപ്പോഴും വിക്ക് വേണമായിരുന്നോ? ലുലുവിലെ വെളാമീൻ ഇരിപ്പുണ്ട് കേട്ടോ. എന്നാ റേറ്റ്? 470. മേടിക്കണോ? അടുത്ത ആഴ്ച ഞാൻ പറയാട്ടോ. ഫോണുണ്ട്. ഇതിന് 420. ഏതിനാ? ഇതിനാ? ആണോ? എന്നാ പിന്നെ വേണമെങ്കിൽ മേടിക്കാം. അല്ല അതിപ്പോ ഒന്നാമത്തെ എന്നാന്ന് വെച്ചാൽ അമ്മ കൂട്ടൂല. പിന്നെ എന്ത് ചെയ്യും? വെളാമീൻ എന്നാ അമ്മ കൂട്ടാത്ത? അമ്മ കഷ്ണം അധികം കഴിക്കാറില്ല. അമ്മ ചാറാ കൂട്ടാറ്. ഇത് ഞാൻ വിചാരിച്ച ഇച്ചിരി വലുതാന്നാണ് കേട്ടോ. ഞാനും പൊക്ക വിചാരിച്ചത്. വണ്ണമുള്ളതാ. ഇത് ഈ സാധനം ലുലുന്നാണ് സാധാരണ ഞാൻ മേടിച്ചോണ്ടിരുന്നത്. പക്ഷെ 2-3 തവണ അവിടെ ചെന്നിട്ടും ഇത് കിട്ടാനില്ല, തീർന്നു എന്നാ പറഞ്ഞ സ്റ്റോക്ക്. കസ്റ്റമർ കെയറിൽ പറഞ്ഞോളാനൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ സാധനം തീർന്നല്ലോ, ഐസ് ടീ ഉണ്ടാക്കാൻ വേറെ ഇല്ലാത്ത കാരണം. അപ്പൊ ഇവരുടെ തന്നെ സൈറ്റിൽ നിന്ന് ഞാൻ മേടിച്ചതാ. ഈ കേയുടെ തന്നെ സൈറ്റിൽ നിന്നുണ്ട്. ആ സൈറ്റിൽ നിന്ന് മേടിച്ചതാ. ഡെലിവറി ആയിരുന്നു എന്റെ കൊറിയർ.
ആ വില കുറവുണ്ട്. പക്ഷെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരുന്നു. എന്നാലും കൂട്ടിക്കഴിഞ്ഞാലും അത് വില കുറവുണ്ട്. ആ അതെ നാച്ചുറലാ. 193 രൂപ. നാച്ചുറൽ കോൺസെൻട്രേറ്റ് ആണത്. അതല്ലേ ഞാൻ പറഞ്ഞത്. അത് അതിനകത്ത് വില എത്ര കൊടുത്തേക്കണം? 160 അല്ലേ? പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരുന്നു 193 റേറ്റ്. ബില്ലിവിടെ ഉണ്ട്. എന്നാലും സാധനം കിട്ടിയില്ലോ. കാരണം ആമസോണിൽ ഒന്നും ഇത് അവൈലബിൾ അല്ലായിരുന്നു. ഇനിയില്ല, സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. കോൾഡ് കോഫി ഉണ്ടാക്കുന്ന ഒരു സാധനം. അത് വരും നാളെ. അത് ബിജുവിന് ഉണ്ടാക്കി കൊടുക്കണം. അതല്ലാതെ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ആ സാധനം നാളെ വരും. ഞാൻ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സാധനം കൊണ്ട് ഉണ്ടാക്കിയാലേ പതേ അങ്ങനെ നിൽക്കും. അതെ അതെ. അല്ല മറ്റതിലും നിൽക്കൂട്ടോ. ഞാൻ ഇച്ചിരി പതപ്പിക്കണം. കൈക്ക് ആയാസാന്നേ ഉള്ളൂ. നീ ചെയ്തിട്ടുണ്ട്. അതെ 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 അതെ. അമ്മയ്ക്ക് കോൾഡ് കോഫിയാണ് ഇഷ്ടപ്പെട്ട ഐസ് ടീ ആണോ? എനിക്ക് ഐസ് ടീ ഇഷ്ടം. ഇന്ന് മറന്നുപോയി കേട്ടോ, ഞാൻ തിളപ്പിച്ച് വെക്കാം. സാറില്ല, ഇന്ന് കോൾഡ് കോഫി ഉണ്ടാക്കാം. ദേ അധികം സാധനമൊന്നുമില്ല കേട്ടോ. പക്ഷെ അമ്മയൊന്ന് തുറന്നു നോക്കി. സൂക്ഷിച്ചു വെക്കാം. പൊട്ടണ സാധനം ഉണ്ട് അതിനകത്ത്. വേമ്പാ. എനിക്ക് അപ്പയ്ക്ക് ഫേവറേറ്റ് അല്ല. അപ്പയ്ക്ക് ഒരു സ്പെഷ്യൽ കാപ്പിപ്പൊടി ഇതിനകത്തുണ്ട്. നല്ല സ്ട്രോങ്ങാ. നല്ല സ്ട്രോങ് കാപ്പിപ്പൊടി അത്. ബാക്കി പിന്നെ എന്നാ നാളെ നോക്കി വൈകുന്നേരം നമുക്ക് പോണം ഫർണിച്ചർ ഷോപ്പിൽ. ആഹാ, നാളെ നമ്മള് പോണ്ട്. നാളെ വൈകുന്നേരം 5-ന് ശേഷം. അപ്പൊ നാളെ നമുക്ക് അതൊക്കെ കാണാം. ഓരോന്നൊക്കെ. ആകെ 3 സാധനമേ ഉള്ളൂ കേട്ടോ. എന്നാലും ഇന്ന് അധികം ഒന്നും വകുപ്പില്ല. അതൊന്ന് തുറന്നു നോക്കി അതിന്റെ കള്ളികളൊക്കെ കാണിക്കാം. അതെന്തിനാ മേടിച്ചെന്നറിയോ? നമ്മള് പുറത്തൊക്കെ പോവില്ലേ ഫംഗ്ഷൻസിനൊക്കെ, അന്നേരം പോകുമ്പോ എന്റെ ചാർജർ, കേബിള്, മെമ്മറി കാർഡ്, ലൈറ്റ് ഇതെല്ലാം വെച്ച് കൊണ്ടുപോകാനായിട്ട്. ഇവിടെ ഇത് വെക്കാം നമുക്ക്. ഏതാ? മെമ്മറി കാർഡ് ഉള്ള ബോക്സ് വെക്കാം. ഇപ്പുറത്ത് ചാർജർ, കേബിളൊക്കെ വെക്കാം. നല്ലതാ. എന്നിട്ട് അത് മറ്റേ കാറിൽ വെച്ചാൽ മതിയല്ലോ. ആവശ്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി. ടോയ്ലറ്റ് ബാഗ് പോലെ. അതെ. ലൈറ്റ് ഒക്കെ വേണമെങ്കിൽ കൊണ്ടുപോവാം. ഇത് വെക്കുമ്പോ ഇങ്ങനെ ലുലുന്ന് മേടിച്ചാ 275 രൂപയുള്ളൂ. അത് മതി നമുക്ക് ആവശ്യത്തിന്. അത് മതി. അതെ അതെ അതെ. ഇതാണ് അപ്പയ്ക്കുള്ള സ്പെഷ്യൽ കാപ്പിപ്പൊടി. ഇൻസ്റ്റന്റ് കോഫി ലെവിസ്റ്റ. ബിജുചാച്ചൻ പറഞ്ഞതാ. ആണോ? ഇത് അറബിക്കയുടെ ഇതാണ്. കോഫി ബീൻ 50 ഗ്രാം 310 രൂപയാ. അത് പക്ഷെ ഓഫർ ഉണ്ടായിരുന്നു 200 സംതിങ്ങിന്. 50 ഗ്രാം അറബിക്ക. അതിന് എപ്പോഴും മേടിക്കണില്ലല്ലോ, ലൈഫിൽ എപ്പോഴും മേടിക്കുന്നില്ല. വൺസ്. ബിജുചാച്ചൻ പറഞ്ഞത് നല്ല കാപ്പിയാണ്. ഇച്ചിരി വില കൂടുതലാ. ഞാൻ പറഞ്ഞ ബ്ലാക്ക് പ്ലേറ്റ്. ഇത് മേടിച്ചെന്ന് വെച്ചാൽ വെളുത്ത സാധനങ്ങൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുമ്പോഴേ ബൗള് മേടിച്ചില്ലേ ബ്ലാക്ക്, അതുപോലെ സ്റ്റീലിൽ വെക്കുമ്പോ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ കറക്റ്റ് ഭംഗി കിട്ടില്ല. നാളെ ഇത് കഴുകാം. ഇത് 145 രൂപ ഓഫറിന്. ഓഫർ അല്ലേ? 225 ആണ് MRP. എത്ര സാധനം ഉള്ളൂ. അത് മതിയല്ലോ, ധാരാളം. അതെ. ബില്ലങ്ങ് മാറ്റിയേക്കാം. 100% പ്യുർ കോഫി പ്രിപ്പയർഡ് ഫ്രം ഫൈനസ്റ്റ് അറബിക്ക ആൻഡ് റോബസ്റ്റ ബീൻസ്, റോസ്റ്റഡ് ആൻഡ് ഗ്രൗണ്ട് ടു പെർഫെക്ഷൻ. 100% അറബിക്ക ആൻഡ് റോബസ്റ്റ ബീൻസ് എന്നുള്ള കാപ്പിയാണിത്. ലെവിസ്റ്റ. 50 ഗ്രാം 310 രൂപയാട്ടോ. എനിക്ക് 200 സംതിങ്ങിനാണ് കിട്ടിയത്. അതെ അതെ അതെ. അപ്പൊ ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. നോക്കാം. അതിപ്പോ ഇടുമ്പോ അത് ഇട്ട് തിളപ്പിച്ചേച്ച് നോക്കാം. കിട്ടാൻ മതിയല്ലോ. ഞാൻ ഇതിന്റെ കോൾഡ് കോഫി ഉണ്ടാക്കിക്കോളാം കേട്ടോ. അപ്പയ്ക്ക് ഓർഡിനറി അല്ലേ? ഇത് മാറ്റിക്കോട്ടെ പ്ലേറ്റ്. നാളെ കഴുകാട്ടോ. അപ്പൊ നീ ഞാൻ ഒരു വൈറ്റും മേടിച്ചു, ബ്ലാക്കും മേടിച്ചു. തീരെ കളറില്ല കേട്ടോ. പക്ഷെ ഭയങ്കര കടുപ്പാട്ടോ. കുടിച്ചു നോക്കിയേ. അറബിക്ക ബീൻസിന്റെ കാപ്പിപ്പൊടി ആട്ടോ. ഇഷ്ടപ്പെട്ടോ അപ്പയ്ക്ക്? അപ്പയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഒരു കിലോയ്ക്ക് എന്നാ വില? എനിക്ക് ഇത്രയും കടുപ്പം
അല്ല, അത് പൊടി കുറച്ചിട്ടാ പോലെ. അറബിക്ക ഇല്ലേ അതിന്റെ അത് മനസ്സിലായി. അറബിക്ക ആൻഡ് റോബസ്റ്റ ബീൻസ് ഈ സ്ട്രോങ് ആകാതിരിക്കാനായിട്ട് പൊടി ഇട്ടാ പോലെ. ആ കുറച്ചിട്ടാ മതി. നല്ല കടുപ്പാ അല്ലേ? അപ്പൊ വിചാരിച്ചാൻ പറഞ്ഞത് ശരിയാ, ഉഗ്രനാന്നാ പറഞ്ഞിരുന്നേ അന്ന്. ആ പക്ഷെ കോൾഡ് കോഫിക്ക് ഇതിന് ഇത്തിരി കടുപ്പം കൂടുതലായിരിക്കും അല്ലേ? കുറച്ചിട്ടാ മതിയായിരിക്കും. അപ്പൊ നല്ലതല്ലേ? ആ ഉണ്ട്. കോഫി ടേസ്റ്റിന് ഇത്തിരി വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇത്തിരി വ്യത്യാസമുണ്ട്. നല്ലതാ സംഭവം, നല്ലതാ. കടുപ്പം ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും വളരെ ഇഷ്ടപ്പെടും. സ്ട്രോങ് കോഫി ഇഷ്ടമുള്ളവർക്ക് അല്ലേ? എന്താണ് ഒരു പാക്കറ്റ് ഒക്കെ വെച്ച് ഇവിടെ ഇരിപ്പുണ്ട്. ഞാനാവാ അൺബോക്സിംഗ്. അപ്പൊ ഞാനതൊന്ന് കാണിക്കാം. എന്റെ സാരി കളക്ഷനിൽ ഇതുവരെ ഞാൻ എടുത്തും ഒന്നും കാണിച്ചിട്ടും ഇല്ലാത്തതായിട്ടുള്ള ഒരു പുതിയ സാരിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അധികം പ്രതീക്ഷയൊന്നും വേണ്ട കേട്ടോ. ആർ യു എക്സൈറ്റഡ്? അധികം പ്രതീക്ഷ വേണ്ട, കാരണം വലിയ റേറ്റിന്റെ അല്ല. ഞാൻ മിതമായ ഒരു റേറ്റിലാണ് സാരി യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവും. ഒരുപാട് റേറ്റ് ഒന്നുമില്ല. തുറക്കട്ടെ, ഇപ്പൊ കാണിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. ഓക്കെ, തുറന്നോളൂ. സ്ലോ മോഷൻ വേണോ? ആ അടിപൊളി. സ്ലോ മോഷൻ വേണോ ചോദിച്ചതാ. ഈ കളർ മാത്രമാണോ കണ്ടോളൂ? നല്ല കളറാ. ഇതൊരു മെറൂൺ ചേർന്ന പിങ്കാ. ഞാൻ കാണിക്കാം. പിങ്ക് അല്ലടി, മെറൂണിഷ് ടച്ച് വരുന്ന ഒരു പിങ്ക് ഷെയ്ഡ്. ഡാർക്ക് പിങ്ക് അങ്ങനെ പറയാം. അതെ നീ പറഞ്ഞൊരു മെറൂൺ ചായയും ഉണ്ട്. അതെ. ആ ഇത് ഫുൾ ചെക്കാണോ? ഫുൾ ചെക്കാ. ഇങ്ങനെ ഇതാണ് ബ്ലൗസിന്റെ. അത് ബ്ലൗസ് അല്ല, അത് തുമ്പ. നോക്കട്ടെ കേട്ടോ. തുമ്പ. ഒരു കാര്യം ചെയ്യാം, ബ്ലൗസിന്റെ ഭാഗം ഇതിൽ തന്നെ ഡിസൈൻ ഉള്ള ഇതാണത്. നിങ്ങള് സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ എടുക്കും. അതെ. അതല്ല, ആ പ്ലെയിനാ. അതല്ല, ചെക്കല്ല, പ്ലെയിൻ. പ്ലെയിനാ ബ്ലൗസ്. ഫുൾ പ്ലെയിനാ അല്ലേ? ഫുൾ പ്ലെയിൻ. അപ്പൊ നല്ല കോൺട്രാസ്റ്റ് ആയിട്ടിരിക്കും. ബോഡി ഫുൾ ചെക്ക് ഡിസൈൻ. അപ്പൊ വേറൊരു കാര്യം കൂടെ പറയാം. ഈ സാരി ഇത് ഉടുത്ത് കഴിയുമ്പോൾ ഈ കളർ ബ്ലൗസ് വരുമ്പോൾ കളർ കുറച്ച് തോന്നി. കളർ ഉള്ളവരെ സംബന്ധിച്ച് ഏത് കളർ യൂസ് ചെയ്യാം. ബ്ലൗസ് ഇങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിറം കുറവ് തോന്നും. അപ്പൊ ഈ കളർ ബ്ലൗസ് ആയതുകൊണ്ട് നിറം തോന്നിക്കും, എടുപ്പ് തോന്നിക്കും. അപ്പൊ ഇനി ബ്ലൗസും തയ്പ്പിക്കണം, ഫോളും അടിക്കണം. പക്ഷെ സാധാരണ യൂസിന് ഉടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നിങ്ങളെ ഉടുത്ത് കാണിക്കാം. എന്ത് മെറ്റീരിയൽ ആയത്? സെമി ടസർ. അപ്പൊ ഞാൻ ഉടുക്കണത് വൈകിയായിരിക്കും. എന്തെങ്കിലും ഒരു ചടങ്ങിനെ ഇത് ഉടുക്കുള്ളൂ. ഇപ്പൊ ബ്ലൗസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം, ഫോൾ അടിപ്പിക്കണം. അത് രണ്ടും ചെയ്തിട്ടല്ലേ ഏതായാലും. അതെല്ലാം റെഡിയാക്കി നമുക്ക് വെക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാള് സംശയം ചോദിച്ചേ, അമ്മ ഇത്രയും താഴ്ത്തി സാരി ഉടുത്തു കഴിഞ്ഞാല് ചെളി വരുവോ, തട്ടൂലേ എന്നൊക്കെ. ചോദിക്കണ്ട, പറയാം. ഞാൻ ഒരു മറുപടി പറയാൻ തന്നെ ഇരുന്ന. ഞാൻ സാരി ഉടുത്ത കാലം മുതലേ സാരി എപ്പോഴും ഇറക്കിയേ ഞാൻ ഉടുക്കുള്ളൂ. അപ്പൊ അടിയിൽ അതിന് കാഞ്ചീപുരം സിൽക്ക് അങ്ങനെയുള്ള സാരികൾ ഞാൻ ഉടുക്കുമ്പോ പട്ട് പോലെയുള്ള സാരി, അത് കാഞ്ചീപുരം അല്ല, പട്ട് സാരിയുടെ ചെക്ക. കോട്ടണും പോളിസ്റ്ററും അല്ല കേട്ടോ. ആരും അതില് എഴുതിയിട്ടുണ്ടായിരുന്നു സാരി അത്ര പോരാന്ന്. പക്ഷെ ആ സാരി എന്നെ സംബന്ധിച്ച് ഞാൻ ഉപയോഗിക്കുന്ന കോസ്റ്റ് വെച്ച് നല്ല റേറ്റ് ഉള്ള ഒരു സാരിയാണ്, ബിലോ 5000. അപ്പൊ ആ സാരി ഞാൻ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു കസിന്റെ മോക്കടെ കല്യാണത്തിന് അവരുടെ സിസ്റ്റേഴ്സ് ഇരിഞ്ഞാലക്കുട അല്ലെ 3 പേര് 2 പേര് സിസ്റ്റേഴ്സും അത് ഉടുക്കണം കണ്ടപ്പോ ഞാൻ കണ്ണു വെച്ചതാണ്. കോയമ്പത്തൂർ പോത്തീസിന്ന് എടുത്ത ആന്റി എന്നാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങള് കലൂര് പോത്തീസി ചെന്നപ്പോ കിട്ടി, അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പൊ കോട്ടൺ സാരി അങ്ങനെ താത്തി ഉടുത്ത് ഞാൻ പോയി കഴിഞ്ഞാൽ അതിൽ ചെളി പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഞാൻ വാഷ് ചെയ്യും. കോട്ടൺ സാരി. സിൽക്കും കാഞ്ചീപുരവും മറ്റേ അങ്ങനെയുള്ള ടസറോ ജ്യൂട്ടോ അങ്ങനെയുള്ള സാരിയും താത്തി ഉടുക്കും. പക്ഷെ അതെന്നാന്നറിയാവോ ചെയ്യണത്? അത് നമ്മൾ കാറിൽ പോകുമ്പോഴായിരിക്കും ഉടുക്കണത്. 1. 2, നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷന് പോവുകയാണെങ്കിൽ നമ്മൾ പള്ളിയിലേക്കോ അല്ലാതെ ഹോളിലേക്കോ പിന്നെ കയറുക. അപ്പൊ അവിടെ മാലിന്യങ്ങളില്ല. അവിടെ നിന്ന് പിന്നെ വാഹനത്തെ തന്നെ കയറി അടുത്ത ഹോളിലേക്ക് പോകുന്നു. അപ്പൊ ഹോളിൽ എപ്പോഴും കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഹോളിന്റെ ഫ്രണ്ടിലായിരിക്കും വണ്ടി നിർത്തണേ. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ പതുക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചേച്ച് അങ്ങനെ കയറും. അപ്പൊ അങ്ങനെയുള്ള സാരികളുടെ അടിയിൽ ഞാൻ
വാഷ് ചെയ്യാറില്ല. അത് വാഷ് ചെയ്താൽ മോശമാവില്ല, ഡ്രൈ വാഷേ പറ്റുള്ളൂ. കോട്ടൺ സാരി ഞാൻ അടിയിൽ ചെളി പറ്റുമ്പോൾ വാഷ് ചെയ്യും. സാരി ശരിക്കും സാരി ഉടുക്കണവരോ മറ്റുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സാരി എപ്പോഴും താത്തി ഉടുത്താലാണ് അതിന്റെ ഭംഗി കിട്ടും. ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ മുതൽ സാരി യൂസ് ചെയ്യുന്ന ആളാ, മറ്റു വേഷങ്ങളെ യൂസ് ചെയ്യാത്തയാളാ. അപ്പൊ എനിക്ക് സാരിയെ പറ്റി പറയാൻ അറിയാം. അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. എനിക്ക് ഒട്ടും അറിയില്ല, ഒട്ടും അറിയില്ല. അവള് സാരി യൂസ് ഞാൻ സെലക്ട് ചെയ്യും. പക്ഷെ സെലക്ട് ചെയ്യാൻ മിടിക്കുക. 1 2 അപ്പൊ സാരി ഇങ്ങനെ ചെയ്തു എന്ന് കരുതി വർഷങ്ങൾ പഴക്കമുള്ള എൻ്റെ കല്യാണത്തിന് മേടിച്ച സാരികൾ വരെയും വൃത്തിയായിട്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യണ പോലെ ഇരിക്കും. ഞാൻ ഒരു ഡാർക്ക് വയലറ്റ് കോട്ടാ സാരി ഉണ്ടായിരുന്നു, ഒറിജിനൽ കോട്ടാ സാരി. ഇപ്പൊ അങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കിട്ടൂലെന്ന്, സിന്തറ്റിക് അല്ലേ ഇപ്പൊ കിട്ടണത്. എപ്പോഴും സിന്തറ്റിക്കും സിൽക്കി കോട്ടയല്ലേ, നെറ്റ് കോട്ടയൊക്കെ അല്ലേ ഇപ്പൊ കിട്ടുള്ളൂ. ആ സാരി വാസ്തവത്തിൽ സൂക്ഷിച്ചു വെക്കായിരുന്നു, കാരണം ആ മോഡൽ എന്നാന്ന് കാണിക്കാൻ വേണ്ടി. അപ്പൊ ആ സാരിയൊക്കെ ബ്രാൻഡ് ന്യൂ പോലെ ഇരുന്ന കളർ പോയെങ്കിലും. അപ്പൊ പിന്നെ അത് ഇപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കളറൊക്കെ മോശമായി. ഞാനത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗശൂന്യമായി കഴിഞ്ഞപ്പോൾ അത് കരിക്കല പോലെയുള്ള ഉപയോഗത്തിനെടുത്തു. നല്ല സാരിയായിരുന്നു, പക്ഷെ അത് കളർ കണ്ടമാനം ഡള്ള. ഇത്രയും വർഷമായില്ലേ, അപ്പൊ പിന്നെ അത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, ആർക്കും കൊടുക്കാനും കൊള്ളൂല. അത് കാരണം ഞാൻ കീറിപ്പറിച്ച് ഓരോന്നിനും തുടയ്ക്കാനും തൂക്കാനും എടുത്ത് കളഞ്ഞു. അത് വെച്ചിരുന്ന മെമ്മറിയിൽ ഇരുന്നേനാന്നോ അങ്ങനത്തെ കോട്ടസാരി. അങ്ങനത്തെ കോട്ടസാരി ഇല്ല. ഇപ്പൊ ഞാൻ പല ഷോപ്പുകളിലും ഒക്കെ അന്വേഷിച്ചപ്പോ ഇപ്പൊ അങ്ങനത്തെ വരവില്ലെന്നാ പറയുന്നത്. അപ്പൊ സാരി ഉടുത്ത് വൃത്തിയാവണമെന്നുണ്ടെങ്കിൽ എപ്പോഴും താത്തി കൊടുക്കണം. അത് ശരിയാട്ടോ, നമുക്ക് കണ്ടാലറിയാലോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നല്ല വിലയുള്ള സാരികൾ, വാഷ് ചെയ്യാൻ പറ്റാത്ത സാരികൾ നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാറിലായിരിക്കും പോണത്. അപ്പൊ അന്നേരം പിന്നെ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങണു, ഹോളിലേക്ക് കയറണം, അല്ലെങ്കിൽ പള്ളിയിലാണെങ്കിൽ പള്ളിയിലേക്ക് കയറണം ചടങ്ങിന്. പിന്നെ ഫോളുണ്ടല്ലോ, പിന്നെ അവിടുന്ന് ഫോള് വേറെ, അവിടുന്ന് വീണ്ടും വാഹനത്തെ കയറി അടുത്ത സ്പോട്ടിലേക്ക് പോകണം. ഫോള് വെക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടാതിരിക്കാനാ. ഈ അടിയിൽ കനം ഉണ്ടാവൂല. അപ്പൊ ചെളി പറ്റുമ്പോ ഓർഡിനറി സാരിയാലും ഏത് സാരിയാലും താത്തി കൊടുത്തു കഴിഞ്ഞാൽ ചെളി ഉള്ളിടത്തേക്ക് നടക്കുമ്പോൾ ചെളി ഏത് സാരിയാലും പറ്റും. അപ്പൊ കോട്ടൺ മാത്രമേ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ, സിൽക്ക് വാഷ് ചെയ്യാൻ പറ്റൂല. ഫോളുള്ളത് കൊണ്ട് ഒരിക്കലും തട്ടൂല, അടി വലിഞ്ഞ് കീറുകയില്ല. അതാണ് ഈ ഫോള് വെക്കുന്നതിൻ്റെ ഇത്. അപ്പൊ നല്ല വൃത്തിയായിട്ട് അടിയിൽ കിടക്കും. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ പറഞ്ഞ സംശയം കറക്റ്റായിട്ട് പറഞ്ഞു തന്നതാ. ഞാൻ ഉപയോഗിക്കുന്ന രീതിയും ഇങ്ങനെയാണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇതൊന്നുകൂടി ഒന്ന് ആദ്യം കാണിച്ച പോലെ കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈ കളർ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്ന് പറയണോ? ചേരുവോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇതുള്ളത് കൊണ്ട് പിന്നെ ചേരുവെന്ന് എനിക്ക് തോന്നി. ഇത് സാരി ബോഡി, ഇത് തുമ്പ. ഇത് ഞാൻ വിടുത്താതെ മടക്കി അല്ലെ വിടുത്തി കഴിഞ്ഞാൽ പിന്നെ പാടാട്ടോ, അതുകൊണ്ടാ വിടുത്താത്തത്. ഫുള്ള് ചെക്ക, ബോഡി ഫുൾ ചെക്ക. ബ്ലൗസ് പീസ് ഇത് ചെക്ക, അത് ബോഡിയുടെ ഇത് തന്നെ. അത് ഉടുക്കുമ്പോ അറിയാൻ പറ്റും. അത് ബ്ലൗസ് മെറ്റീരിയൽ നല്ല ഭംഗിയായിരിക്കും, കോൺട്രാസ്റ്റ് ആയിട്ടിരിക്കും, നല്ലതായിരിക്കും. അങ്ങനെ ഓക്കെ. അതെ, ഇതാണ് സാരിയുടെ പൂർണ്ണ രൂപം. ഇത് തുമ്പാട്ടോ. അങ്ങനെ തന്നെ കാണിച്ച്. കാരണം അവർക്ക് ഇത് ശരിക്കും കാണാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ കാണിക്കാൻ പറഞ്ഞു. അത്ര കേമൊന്നുമില്ലാട്ടോ, സെമി ടസറാണ്. പക്ഷെ എങ്കിലും ചെറിയ ഫംഗ്ഷനുകൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. എന്നെ പോലെയുള്ള ഞാൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റൂല. അതാ ചെറിയ ഫംഗ്ഷനുകൾ ഉപയോഗിക്കാം. പിന്നെ പലരും പല രീതിയിലാണ്, പല റേറ്റിലാണ് പലതിനും ഉപയോഗിക്കണം. ഞാൻ മിതമായ രീതിയിൽ ഉപയോഗിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് മാറി മാറി എടുക്കണം, അതാണ് ഇഷ്ടം. ഇപ്പൊ കഴുത്തേലൊന്നും ഇല്ലാട്ടോ, അതെനിക്ക് അത്ര ഇഷ്ടമല്ല. ചൂട് കൊണ്ട് ഉരി വെച്ചേക്കുന്നതാ. ഇവര് കഴുത്തേലില്ലെന്ന് പറയുമ്പോഴേ എന്നെ കളിപ്പിച്ചു കൊടുക്കും. ഓക്കെ, അതാണ് സംഭവം. അപ്പൊ എന്റെ വക സ്പെഷ്യൽ ഒരു കോൾഡ് കോഫി റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന ലെവിസ്റ്റ കോഫിയാണ്. ഇൻസ്റ്റന്റ് കോഫിയാണ് കോൾഡ് കോഫിക്ക് നല്ലത്. എന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആട്ടോ. ഇത് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് ഞാൻ ഒരു സ്പൂൺ ഹീപ്പ് ഇടണോ? ഒരു സ്പൂൺ. അതെ, ഇച്ചിരി ഒരെണ്ണം എന്തായാലും എടുത്തു. ഇനി അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കട്ടയായി പോകും. അപ്പൊ അത്ര എടുത്തു കേട്ടോ. ഇനി നമുക്ക് എന്തൊക്കെ ഇടണ്ടേന്ന് കാണിച്ചു തരാം. ഇനി നമ്മൾ 2 സ്പൂൺ ഷുഗർ ഇടണം കേട്ടോ. കാരണം ഇത് സ്ട്രോങ് കോഫി ആയതുകൊണ്ടാണ് നമ്മൾ 2 സ്പൂൺ ഇടുന്നത്. എത്രയായാലും ഷുഗർ ഇടാതെ ഇത് നമുക്ക് കുടിക്കാൻ പറ്റില്ല. എന്തായാലും ഒരു കാപ്പി ആകുമ്പോൾ ഒരു കയ്പിന്റെ കുത്തുണ്ടാവും. അപ്പൊ ഷുഗർ ഇടാതെ നമുക്ക് പറ്റില്ല. ഇത് ശരിക്കും കുറവാണെന്ന് എനിക്ക് തോന്നണേ. ഞാൻ ഇത്ര ഇടുന്നുള്ളൂ ഏതായാലും. അപ്പോൾ കൂടുതൽ ഷുഗർ ഇൻടേക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത്രേ ഇടുന്നുള്ളൂ.
ധാരാളം മതി, ഇതിൽ കൂടുതൽ വേണ്ട ഒട്ടും. അപ്പോൾ ഇത് വേഗം ഒന്ന് ഡിസോൾവ് ആവാനും നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യാനും ഏറ്റവും നല്ലത് ചൂടുവെള്ളമാണ് കേട്ടോ. കാരണം നമ്മൾ പണ്ട് ഡൽഗോണയൊക്കെ അടിച്ചിരുന്നില്ലേ, അതുപോലെ നമുക്ക് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്യണം. അതിന് നല്ലത് ചൂടുവെള്ളമാണ്. ജസ്റ്റ് ഒന്ന് നനയാൻ വേണ്ടി മാത്രം ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഇങ്ങനെ ഇരുന്ന് നന്നായിട്ട് അടിച്ചങ്ങ് ബീറ്റ് ചെയ്യണം. ശരിക്കും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കളർ മാറി അങ്ങ് വരുമ്പോൾ എടുത്താലും മതി കേട്ടോ. ഞാൻ ബീറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഞാൻ കൈ വെച്ച് തന്നെ ബീറ്റ് ചെയ്തതാണ് കേട്ടോ. അതേ ഈ ഒരു പരുവത്തിലായി കിട്ടി. മിക്സിയോ ഒന്നും നമുക്ക് വേണ്ട. അത് ഇങ്ങനെ ഇരുന്ന് കുറേ നേരം റിപ്പീറ്റഡായിട്ട് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്താൽ മതി. ഈ സ്പൂൺ കൊണ്ട് തന്നെയാണ് ഞാൻ ബീറ്റ് ചെയ്തത്. ഷുഗർ ഇത്തിരി അരിയാനുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത് കേട്ടോ. ഷുഗറിന് തരിങ്ങ് ഇത്തിരി കൂടുതലുള്ള ഷുഗറായിരുന്നു, അതാ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് പതുക്കെ നമ്മൾ ഗ്ലാസ് കൈ പിടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു പരുവത്തിലായി കിട്ടും. ഇതിപ്പോൾ 2 പേർക്കുള്ളതുണ്ട്, കണ്ടോ, 2 പേർക്കുള്ളതുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ഗ്ലാസ്സിലേക്ക് ഇത് കുറച്ച് ട്രാൻസ്ഫർ ചെയ്യട്ടെ. എന്നിട്ട് നമുക്കിനി കോഫി ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല തണുത്ത പാലൊഴിക്കുകയാണേ. ഒരു പകുതിയോളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നല്ല തണുത്ത പാലായിരിക്കണേ. എന്നിട്ട് നോക്കാം. ഫുൾ ഒഴിക്കാം നമുക്ക്. ആഹാ. ഇനി ഫൈനലി 2-3 ഐസ് ഇടുക. ഫിനിഷ്ഡ്. നമ്മുടെ കോൾഡ് കോഫി റെഡിയായി കഴിഞ്ഞു. കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഞാൻ എന്നിട്ട് കോൾഡ് കോഫി ഒന്ന് കുടിക്കുകയാണ്. ഞാൻ 2ാമത്തെ ഗ്ലാസ്സിൽ പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ ഒന്ന് കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പറാണ്. ഇറ്റ്സ് വെരി റിഫ്രഷിങ്. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത്, കോൾഡ് കോഫി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കോഫി ലവേഴ്സിന് ഇത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ശരിക്കും നമ്മളൊരു കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഫീലായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങളും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, സീ യു.